കേരള നിയമസഭ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ മാസം ഏപ്രിൽ 9 കേരളം ആരോടൊപ്പം എന്ന വലിയ ചോദ്യവുമായിട്ട് ജനങ്ങൾ കാത്തിരിക്കുകയാണ്. നമ്മൾ കാത്തിരിക്കുമ്പോൾ ഏതു പക്ഷത്തായിരിക്കും വിജയം എന്നുള്ളത് പല എക്സിറ്റ് പോളുകളും UDF അനുകൂലമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ 100-ൽ പരം സീറ്റുകൾ നേടും എന്നും പറഞ്ഞ് മൊത്തത്തിൽ UDF തരംഗത്തിൽ കൂടിയാണ് ഇപ്പോൾ 140 നിയോജക മണ്ഡലങ്ങളിലൂടെ യാത്രയിൽ ഒരു ഭരണവിരുദ്ധ തരംഗം ഉണ്ടായിരുന്നു എന്നുള്ള എൻ്റെ ഒരു എക്സിറ്റ് പോളും കൂടി ഇന്ന് ഇവിടെ അവതരിപ്പിക്കുകയാണ്. വിജയശതമാനം UDF-നും LDF-നും തുല്യ ഒരു ബലാബലം രൂപത്തിലാണ് എൻ്റെ സർവേ പോകുന്നത്. നമ്മൾ ആദ്യം പോകുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ല എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ അറ്റത്ത് നിന്ന് മഞ്ചേശ്വരത്ത് നിന്നാണ്. ലീഗ് കോട്ടയായ മഞ്ചേശ്വരത്ത് നിന്നും BJP-യുടെ അതിശക്തമായ വെല്ലുവിളിയുമായിട്ടാണ് മഞ്ചേശ്വരം ഇലക്ഷൻ. ഒരു 5000-ൽ പരം വോട്ടിന് UDF-ന്റെ സ്ഥാനാർത്ഥി ജയിക്കുമെന്നാണ് ഞാൻ കാണുന്നത്. കാസർഗോഡ് എന്ന് പറയുന്നത് സാധാരണ ലീഗ് ഏകപക്ഷമായി ജയിച്ചു പോകുന്ന ഒരു മണ്ഡലമാണെങ്കിൽ പോലും ഈ പ്രാവശ്യം വളരെ അതിശക്തമായ ഒരു മത്സരമാണ് കാസർഗോഡ് നടന്നത്. കാസർഗോഡ് BJP-ന്റെ അതിശക്തമായ പോരാട്ടം ഉള്ളതിനാൽ വളരെ ബലാബലമായ ഒരു ഇലക്ഷൻ്റെ റിസൾട്ട് ആയിരിക്കും ഉണ്ടാവാം. ഒരു 1000-ൽ പരം താഴോട്ടുള്ള വോട്ടുകൾക്കായിരിക്കും അവിടെ കാസർഗോഡ് ലീഗിന്റെ സ്ഥാനാർത്ഥി ജയിക്കുക. കാഞ്ഞങ്ങാട് ഉദുമ ഈ രണ്ട് മണ്ഡലങ്ങളിലും LDF ഏകപക്ഷമായ ഒരു ജയം തന്നെ ഞാൻ കാണുന്നുണ്ട്. മഞ്ചേശ്വരം കാസർഗോഡും UDF-ഉം, കാഞ്ഞങ്ങാട് ഉദുമ LDF-ഉം. ഇനി വരുന്ന തൃക്കരിപ്പൂരാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ അട്ടിമറി നടക്കാൻ പോകുന്നത്. LDF-ന് ഒരു സീറ്റ് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് അട്ടിമറി വരുന്നത് തൃക്കരിപ്പൂർ. 1000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരിക്കും സന്ദീപ് വാര്യരുടെ വിജയം. ഇടുക്കി ജില്ലയിലേക്ക് കിടക്കാം. മലയോര പ്രദേശമായ ഇടുക്കി കഴിഞ്ഞ പ്രാവശ്യം തൊടുപുഴ, ഉടുമ്പൻചോല, പീരുമോട്. ഉടുമ്പൻചോലക്ക് LDF-ന്റെ സീറ്റായിരുന്നു, പക്ഷേ ഇതൊക്കെ പോവാനാണ് സാധ്യത. 3 സീറ്റ് ഇടുക്കി ജില്ലയിൽ UDF കൊണ്ടുപോകും. ഇടുക്കി ദേവികുളം LDF-ന്റെ കൈകളിലും. ഇടുക്കി 3-2 എന്നുള്ളതിലായിരിക്കും പോവാ. കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിലെ ലീഡിംഗ് നമുക്കൊന്ന് നോക്കാം. LDF 4, UDF 6. നമുക്ക് അടുത്ത ജില്ലയായ വയനാട് ജില്ല എടുക്കാം. വയനാട് ജില്ലയിൽ കഴിഞ്ഞ പ്രാവശ്യം 2 സീറ്റ് UDF-ഉം 1 സീറ്റ് LDF-ഉം ആയിരുന്നു. ഇലക്ഷന്റെ സർവേയിൽ കാണുന്നത് മാനന്തവാടി LDF-ഉം സുൽത്താൻ ബത്തേരി കൽപ്പറ്റ UDF-ഉം നിലനിർത്തും. അങ്ങനെ പോകുകയാണെങ്കിൽ 140 നിയോജക മണ്ഡലങ്ങളിലെ വോട്ടിംഗ് ഇലക്ഷൻ റിസൾട്ട് നോക്കുമ്പോൾ LDF 5-ഉം UDF 8-ഉമാണ്. UDF-ന്റെ തരംഗമാവാനാണ് സാധ്യത എന്നാണ് നമ്മുടെ ഈ സർവേയിൽ കാണുന്നത്. കൊല്ലം ജില്ലയിലേക്ക് പോവാം. കൊല്ലം ജില്ലയിൽ കഴിഞ്ഞ പ്രാവശ്യം 11 സീറ്റ് LDF നേടിയിരുന്നു. 5 സീറ്റോളം LDF-ന് നഷ്ടപ്പെടാനാണ് സാധ്യത. അങ്ങനെ നോക്കുമ്പോൾ ചാത്തന്നൂർ, കൊട്ടാരക്കര, പത്തനാപുരം, പുനലൂർ, ചടയമംഗലം, ഇരവിപുരം ഇതെല്ലാം കൊല്ലം ജില്ലയിൽ LDF നേടിയെടുക്കും. പത്തനാപുരമൊക്കെ ടൈറ്റാണ്, എന്നാലും ചെറിയ വോട്ടിൻ്റെ ശതമാനത്തിൽ LDF-ന്റെ സ്ഥാനാർത്ഥി കൈച്ചലാവും എന്നാണ്. അങ്ങനെ ആകുമ്പോൾ കൊല്ലം ജില്ലയിൽ UDF നേടുന്ന സീറ്റ് ഏതാ നോക്കാം. ഒന്ന് കരുനാഗപ്പള്ളി, ചവറ, കുന്നത്തൂർ, കുണ്ടറ, കൊല്ലം, കൊട്ടാരക്കര. കൊല്ലം, കുണ്ടറൊക്കെ അട്ടിമറി വിജയമാണ് വരുന്നത്. LDF-ന്റെ കൈകളിൽ നിന്നാണ് പോകുന്ന സീറ്റുകളാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മൊത്തം നോക്കുമ്പോൾ 11 LDF-ഉം 14 UDF-ആണ് ഇപ്പം വരുന്നത് സീറ്റിൻ്റെ നില നോക്കുമ്പോൾ. അപ്പോൾ 3 സീറ്റിൻ്റെ മുൻതൂക്കത്തിലാണ് ഇപ്പോൾ UDF കേരളം ആരോടൊപ്പം എന്ന ഉത്തരത്തിൻ്റെ കൂടെ പോകുന്നത്. ഇനി നമ്മൾ പോകുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിൽ മൊത്തം 13 സീറ്റാണുള്ളത്. ആ 13 സീറ്റിൽ കഴിഞ്ഞ പ്രാവശ്യം 11 സീറ്റും LDF-ആണ് നേടിയെടുത്തത്. ഇപ്രാവശ്യം UDF-ന്റെ ഒരു തരംഗം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതിൽ പേരാമ്പ്ര, കുറ്റ്യാടി, തിരുവമ്പാടി സൗത്ത്, കോഴിക്കോട് സൗത്ത്, അതുപോലെ നോർത്ത് ഇതൊക്കെ ഹെവി ടൈറ്റ് നടക്കുന്ന മത്സരമുള്ള ഒരു സ്ഥലങ്ങളാണ്. ഇതിൻ്റെ ഒരുപാട് സർവേകളിലൊക്കെ ഈ സ്ഥലങ്ങളൊക്കെ UDF-ന്റെ കൈകളിലെത്തുമെന്നാണ് സർവേ പറയുന്നത്. പക്ഷേ എൻ്റെ സർവേയിൽ ഞാൻ കാണുന്നത് UDF-ന് കിട്ടുന്ന സീറ്റ് ഒന്ന് കൊയിലാണ്ടി, ഒന്ന് നാദാപുരം. അതിൽ എടുത്തു പറയാൻ പറ്റുന്ന നാദാപുരമാണ്. കോൺഗ്രസ്സിന് 24 വർഷത്തിന് ശേഷം കോഴിക്കോട് ജില്ലയിൽ കിട്ടാൻ പോകുന്ന ഒരു സീറ്റാണ് നാദാപുരം. പിന്നെ അതുപോലെ വടകര, കൊടുവള്ളി, കുന്നമംഗലം കുറേ കാലത്തിന് ശേഷമാണ് LDF-ന് നഷ്ടപ്പെടാൻ സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ കോഴിക്കോട് 5 സീറ്റാണ് UDF-ന് കിട്ടുന്നതും, അതുപോലെ LDF-ന് 8 സീറ്റും. അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾ ബലാബലത്തിലേക്കാണ് പോകുന്നത്. LDF 19 സീറ്റ്, UDF 19 സീറ്റ്. തിരുവനന്തപുരം ജില്ലയിലേക്കാണ്. ഇവിടെയും കോഴിക്കോടിൻ്റെ സമാനമായ ഒരു നിലയിലായിരുന്നു. LDF-ന്റെ തരംഗമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഇപ്രാവശ്യം കുറേ സീറ്റൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം. അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന 2-3 മണ്ഡലങ്ങളുണ്ട്. അത് ത്രികോണ മത്സരം നടക്കുന്ന BJP-യുടെ അതിശക്തമായ മത്സരം നടക്കുന്ന വട്ടിയൂർക്കാവ്, അതുപോലെ കഴക്കൂട്ടം, നേമം ഈ 3 സ്ഥലങ്ങളിൽ നമ്മൾ
ത്രികോണ മത്സരം കണ്ടത്. അതിൽ ഞാൻ കാണുന്നത് നേമത്ത് ശിവൻകുട്ടി ഒരു ചെറിയ വോട്ടിന് ജയിക്കാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് എൻ്റെ ഒരു സർവേ കാണുന്നത്. അതുപോലെ കഴക്കൂട്ടം NDA BJPക്ക് ആദ്യമായിട്ട് ഒരു സീറ്റ് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കഴക്കൂട്ടം അത് കിട്ടാനുള്ള ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ അവിടെ ഒന്ന് കഴക്കൂട്ടം അത്യാവശ്യം BJPക്ക് നല്ല ടൈറ്റുള്ള സ്ഥലം തന്നെയാണ്. എങ്കിലും വി മുരളീധരൻ എന്ന സ്ഥാനാർത്ഥി അതിൻ്റെ ഒരു ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു വ്യക്തിയാണ് വി മുരളീധരൻ. കഴിഞ്ഞ പ്രാവശ്യം രാജഗോപാൽ സഹതാപ വോട്ടിൽ തിരുവനന്തപുരത്ത് ജയിച്ച മാതിരി തന്നെ വി മുരളീധരൻ ഇവിടെ ജയസാധ്യത ഞാൻ കാണുന്നുണ്ട്. അങ്ങനെ പോവുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ NDAക്ക് എന്തായാലും ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആദ്യത്തെ സീറ്റ് NDAക്ക് കഴക്കൂട്ടത്താണ് ഞാൻ കാണുന്നത്. അതുപോലെ വട്ടിയൂർക്കാവ് നല്ല ടൈറ്റ് ഫൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിലും അത് കെ മുരളീധരൻ ജയിച്ചു പോകാനാണ് സാധ്യത. പിന്നെ തിരുവനന്തപുരം, കോവളം, നെയ്യാറ്റിൻകര, അരുവിക്കര ഈ 4-5 സീറ്റുകളും UDFൻ്റെ കൈകളിലാവും. അതുപോലെ CPMൻ്റെ വർക്കല, ചിറയൻകീഴ്, ആറ്റിങ്ങൽ, നെടുമങ്ങാട്, വാമനപുരം, നേമം, പാറശാല, കട്ടക്കട എന്നീ 8 സീറ്റുകളാണ് ഇവിടെ LDFന് ഞാൻ കാണുന്നത്. അതിൽ 3 സീറ്റ് നഷ്ടപ്പെടും. 11 സീറ്റായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമുക്ക് കേരളത്തിലെ മൊത്തം സീറ്റ് കിട്ടിയത് 27 LDFും 24 UDFും NDAക്ക് 1. മലപ്പുറം ജില്ല UDFൻ്റെ കോട്ട, മുസ്ലിം ലീഗിൻ്റെ ഒക്കെ കോട്ടയായ മലപ്പുറം ജില്ലയിലേക്കാണ്. ഒരു പക്ഷേ നമ്മൾ കഴിഞ്ഞ ഈ തിരുവനന്തപുരം ജില്ലയിൽ കാണുമ്പോൾ 27 LDF കണ്ടത്, 24 UDFും. ഈ മലപ്പുറം ജില്ലയിലേക്ക് കിടക്കുമ്പോൾ ഒരു ബലാബലമായ ഒരു മത്സരം തന്നെ ആയിരിക്കും കാണുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം CPM ജയിച്ച പൊന്നാനി, തവന്നൂർ, തിരൂർ ഈ 3 സീറ്റും നിലനിർത്തുന്നതാണ് എൻ്റെ സർവേയിൽ ഞാൻ കാണുന്നത്. അതിനുപരി മലപ്പുറം ജില്ലയിൽ 13 സീറ്റായിരുന്നു ലീഗിന് കിട്ടി, UDFന് കിട്ടി. അതിലൊരു സീറ്റ് നഷ്ടപ്പെടാനാണ് സാധ്യത എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അത് പെരിന്തൽമണ്ണ ആയിരിക്കും. നജീബ് കാന്തപുരത്തിൻ്റെ ഒരു അട്ടിമറി തോൽവി ഞാൻ ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അനീഫ ആയിരുന്നു അവിടുത്തെ നല്ല ഒരു സ്ഥാനാർത്ഥിത്വമുള്ള ഒരാളാണ്. എന്തായാലും അവിടെ ഭയങ്കര ഹെവി മത്സരങ്ങൾ നടക്കുന്ന ഒരു മണ്ഡലമാണ്. അങ്ങനെ പെരിന്തൽമണ്ണ ഒരു സീറ്റ് കിട്ടുകയാണെങ്കിൽ അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം 3 കിട്ടടിക്കാം 4 സീറ്റോടെ മലപ്പുറം ജില്ലയിൽ LDF തരംഗമുണ്ടാകും. മലപ്പുറം ജില്ലയിൽ UDFന് അതുപോലെ 12 സീറ്റും കിട്ടും. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇതിൽ നോക്കിയ സമയത്ത് തിരുവനന്തപുരം ജില്ലയിൽ നോക്കുമ്പോൾ 27 LDFും 24 UDF ആയിരുന്നു. ഇപ്പോൾ 12 കൂടി ആഡ് ചെയ്യുമ്പോൾ 36 UDFും 31 LDFും. അങ്ങനെ 5 സീറ്റിൻ്റെ മുൻതൂക്കമായിട്ടാണ് മലപ്പുറത്തൊന്നും UDF കരകയറുന്നത്. തൃശ്ശൂർ ജില്ലയിലേക്ക് പോവാം. തൃശ്ശൂർ ജില്ലയിലും ഇതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം LDFൻ്റെ വൻ ആധിപത്യമുള്ള ഒരു സ്ഥലമായിരുന്നു. അതും 13 സീറ്റിൽ 10 സീറ്ററ്റം LDF നേടിയെടുത്ത ഒരു ജില്ലയായിരുന്നു തൃശ്ശൂർ ജില്ല. ഇപ്രാവശ്യം ഏകപക്ഷമായി ഒരു 9 സീറ്റെങ്കിലും കിട്ടും എന്നാണ് ഞാൻ കാണുന്നത്. അതിൽ തൃശ്ശൂരിലൊക്കെ വൻ അട്ടിമറി ഒരുപാട് നടക്കാനുണ്ട്, മറ്റുള്ള സർവേകളിലൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ സർവേയിൽ CPMന് 9 സീറ്റ്, അത് ഗുരുവായൂർ, ചേലക്കര, കുന്നംകുളം, ഒല്ലൂർ, പുതുക്കാട്ട്, കയ്പമംഗലം, നാട്ടിക, വടക്കാഞ്ചേരി, ഇരിങ്ങാലക്കുട ഈ 9 സീറ്റുകൾ. അതിൽ UDFന് കിട്ടാൻ പോകുന്ന സീറ്റ് കൊടുങ്ങല്ലൂർ. തൃശ്ശൂർ ത്രികോണ മത്സരം നടക്കുന്നത് ഭയങ്കര ഫൈറ്റാണ്. എന്തായാലും അത് തൃശ്ശൂർ BJP ചിലപ്പോൾ 2ാം സ്ഥാനത്തേക്ക് വരാൻ, LDF 3ാം സ്ഥാനത്തേക്കും വീഴാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ സിറ്റിംഗ് MLA തൃശ്ശൂരിൽ LDFൻ്റെ സിറ്റിംഗ് സീറ്റായിരുന്നു, അത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ ചാലക്കുടി, മണലൂർ ഈ 4 സീറ്റ് കൂടി നോക്കുമ്പോൾ നമുക്കൊരു ബലാബലത്തിലേക്കാണ് പോകുന്ന മത്സരം. കഴിഞ്ഞ ഇതിൽ പറഞ്ഞത് 36 UDFും 31 LDFും. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലേക്ക് വരുമ്പോൾ 40 LDFും 40 UDFാണ് വരുന്നത്, ഒരു സീറ്റ് NDA. അങ്ങനെ 81 സീറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് 40-40 ഭയങ്കര അതിശക്തമായ ഒരു മത്സരം തന്നെയാണ് കേരള നിയമസഭ 2026 തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. കണ്ണൂർ ജില്ലയിലേക്ക് പോവാം. LDFൻ്റെ കോട്ട എന്ന പറയപ്പെടുന്ന ജില്ലയാണ് കണ്ണൂർ ജില്ല. അവിടെ ഇപ്രാവശ്യം LDFന് ചെറിയ സീറ്റുകളൊക്കെ നഷ്ടപ്പെടാം. പക്ഷേ ഒരു സീറ്റ് പേരാവൂർ ജനങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ്. നമ്മളെ മുൻ മന്ത്രി ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറും കോൺഗ്രസിൻ്റെ സണ്ണി തോമസും തമ്മിൽ മത്സരിക്കുന്ന ഒരു ടൈറ്റ് മത്സരം. ഇവിടെ എൻ്റെ ഇതിൽ കാണുന്നത് ഞാൻ ശൈലജൻ്റെ ജയമാണ് കാണുന്നത്. അതുപോലെ തലശ്ശേരി, ധർമ്മടം, മട്ടന്നൂർ, കൂത്തുപറമ്പ്, കല്യാശ്ശേരി, പയ്യന്നൂർ. അതിൽ ധർമ്മടമൊക്കെ പിണറായി വിജയൻ്റെ ഞാൻ കാണുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമുള്ള ജയം ധർമ്മടത്തായിരിക്കും. പിണറായി വിജയൻ്റെ സീറ്റായിരിക്കും വൻ വിജയം. ഒരു കഴിഞ്ഞ പ്രാവശ്യം 54,000 വോട്ടിനാണ് പിണറായി വിജയിച്ചത്. അതിനെക്കാട്ടി കൂടുതൽ ജയിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്.
പിന്നെ ടൈറ്റ് മത്സരം വരുന്ന കൂത്തുപറമ്പാണ്. അതുപോലെ തളിപ്പറമ്പ് ഇതൊക്കെ ഉണ്ട്. തളിപ്പറമ്പ് നമ്മളെ LDF നിന്ന് നഷ്ടപ്പെടാനാണ് സാധ്യത കാണുന്നത്. കണ്ണൂർ ജില്ലയിൽ UDFിൻ്റെ തളിപ്പറമ്പ്, ഇരിക്കൂർ, അഴീക്കോട്, കണ്ണൂർ ഈ 4 സീറ്റാണ് കണ്ണൂർ ജില്ലയിൽ UDFിന് കാണുന്നത്. അതിൽ അട്ടിമറി നടക്കുന്ന ഒന്ന് തളിപ്പറമ്പും അഴീക്കോടും. അഴീക്കോട് കഴിഞ്ഞ LDFിൻ്റെ നല്ല സുമേഷായിരുന്നു. സുമേഷ് നല്ല അഭിപ്രായമുള്ള MLA ആണെങ്കിൽ പോലും ഇവിടെ ഒരു അട്ടിമറി ജയം ലീഗിൻ്റെ അഡ്വക്കേറ്റ് കരീമിൻ്റെ ജയം കാണുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 4 സീറ്റ് UDFും 7 സീറ്റ് LDF ആണ് കണ്ണൂർ ജില്ലയിൽ. അങ്ങനെ നോക്കുമ്പോൾ 47-44 എന്ന നിലയിൽ വീണ്ടും LDF മുൻതൂക്കം നേടിയിരിക്കുകയാണ്. അപ്പോൾ മൊത്തം 92 സീറ്റിൻ്റെ റിസൾട്ട് അറിഞ്ഞപ്പോൾ 47 LDFും 44 UDFും 1 സീറ്റ് NDAക്കും. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ 100 സീറ്റൊന്നും കിട്ടാൻ ഒരു ചാൻസും ഇല്ല എന്നാണ് ഈ ഒരു സർവേയിൽ കാണുന്നത്. പല സർവേകളിലും കാണുന്നത് UDFിൻ്റെ കുതിച്ചുചാട്ടം എന്നൊന്നും സർവേയിൽ കാണുന്നില്ല. ഒരു 80-85 സീറ്റൊക്കെയാണ് എല്ലാവരും പറയുന്നത്. എറണാകുളം ജില്ലയിലൊക്കെ കോൺഗ്രസിൻ്റെ UDFിൻ്റെ ഒക്കെ കോട്ടയായ എറണാകുളത്തൊക്കെ നമ്മൾ പോകുന്നത്. കണ്ണൂർ എറണാകുളം ജില്ലയിൽ പോകുന്നതിന് മുമ്പ് കണ്ണൂർ ജില്ലയിൽ 47 LDFും 44 UDFും ആയിരുന്നു. നമുക്ക് എറണാകുളത്തേക്ക് പോകുമ്പോൾ സീറ്റ് 47-44. എറണാകുളം ജില്ല മൊത്തമുള്ളത് 14 മണ്ഡലങ്ങളാണ് ഉള്ളത്. അതിൽ കളമശ്ശേരി, വൈപ്പിനി, കോതമംഗലം കഴിഞ്ഞ പ്രാവശ്യം LDF നേടിയ സീറ്റുകളാണ്. ഇത് 3 നിലനിർത്തും എന്നാണ് എൻ്റെ ഒരു സർവേയിൽ കാണുന്നത്. ബാക്കി 11 എറണാകുളം ജില്ലയിൽ UDF നേടിയെടുക്കാനാണ് സാധ്യത. അത് കൊച്ചി, പെരുമ്പാവൂർ, എറണാകുളം, അങ്കമാലി, ആലുവ, പറവൂർ, തൃപ്പൂണിത്തുറ, തൃക്കാക്കര, കുന്നത്തുനാട്, പിറവം, മൂവാറ്റുപുഴ ഇത്രയും സീറ്റുകൾ LDF നേടിയെടുക്കും. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നോക്കിയ കണ്ണൂർ ജില്ലയിൽ 47 LDFും 44 UDFും NDA 1. അങ്ങനെ ഇത് കൂടി ഏഡ് ചെയ്യുമ്പോൾ 50 LDF 55 UDF. അങ്ങനെ 5 സീറ്റിൻ്റെ മുൻതൂക്കമായി UDF വീണ്ടും അധികാരത്തിലേക്ക് വരാൻ ഒരു പടി കൂടി ചവിട്ടിയിരിക്കുകയാണ്. മൊത്തം 106 സീറ്റിൻ്റെ നമ്മൾ റിസൾട്ട് അറിഞ്ഞതിലാണ് 55. ഇനി കേവലം ഭൂരിപക്ഷം മുഖ്യമന്ത്രി UDFിലേക്ക് മുഖ്യമന്ത്രി ആവണം എന്നുണ്ടെങ്കിൽ വെറും 16 സീറ്റിൻ്റെ ആവശ്യം കൂടിയുള്ളൂ. 16 സീറ്റ് കിട്ടിയാൽ UDF അധികാരത്തിലേക്ക് പോകും. ഇനിയിപ്പോൾ നമ്മൾ അറിയാനുള്ള ജില്ലകൾ പാലക്കാട്, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ഈ 4 ജില്ലകളുടെ റിസൾട്ടും കൂടിയാണ് നമുക്ക് അറിയാനുള്ളത്. പാലക്കാട് ജില്ലയിലേക്ക് പോയി നോക്കാം. പാലക്കാട് ജില്ല എന്ന് പറയുമ്പോൾ LDFിൻ്റെ ഒരു കോട്ടയായിരുന്നു. ഇതുപോലെ കോഴിക്കോടും അതുപോലെ കണ്ണൂർ, തിരുവനന്തപുരം ഇതൊക്കെ പോലെ തന്നെയാണ് പാലക്കാട് ജില്ലയിലും LDFിൻ്റെ തരംഗം. ഇവിടെയും ഒരു ടൈറ്റ് ഫൈറ്റാണ് ഞാൻ കാണുന്നത്. ടൈറ്റ് ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഏകപക്ഷമായ LDFിൻ്റെ ജയങ്ങളൊന്നും കാണുന്നില്ല. ഇവിടെ പട്ടാമ്പി, മലമ്പുഴ, ഷൊർണൂർ, നെന്മാറ, ആലത്തൂർ, ഒറ്റപ്പാലം ഈ 6 സീറ്റുകൾ പാലക്കാട് ജില്ലയിൽ LDF നിലനിർത്തും. അതിൽ നഷ്ടപ്പെടുന്ന സീറ്റുകൾ തരൂർ, ചിറ്റൂർ, തൃത്താല, കൊങ്ങാട് 4 സീറ്റാണ് ഈ LDFിൻ്റെ കൈകളിൽ നിന്നും UDF പിടിച്ചെടുക്കാൻ പോകുന്നത്. അങ്ങനെ ആകുമ്പോൾ പാലക്കാട് ജില്ലയിൽ 12 നിയമസഭാ മണ്ഡലങ്ങളിൽ 6 LDF 6 UDF ബലാബലത്തിലാണ് പോകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ നോക്കിയത് എറണാകുളം ജില്ലയിൽ നോക്കുമ്പോൾ 50 LDFും 55 UDF ആയിരുന്നു. ഒരു NDA 106 സീറ്റിൻ്റെ റിസൾട്ട് അറിഞ്ഞപ്പോൾ. ഇപ്പോൾ നോക്കുമ്പോൾ 118 സീറ്റിൻ്റെ റിസൾട്ട് അറിഞ്ഞപ്പോൾ 56 LDFും 61 UDF ആണ്. NDA ഒരു നിയമസഭാ സ്ഥാനം ഒരു ജയം കിട്ടിയിട്ടുണ്ട് NDAക്ക്. അപ്പോൾ വെറും 22 സീറ്റാണ് ഇനി നോക്കാനുള്ളത്. 9 സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ UDFിൻ്റെ ഭരണം നമുക്ക് പ്രതീക്ഷിക്കാം. UDF ഭരണത്തിൽ കയറും എന്നുള്ള 56 സീറ്റാണ് LDF. ഇല്ല, നമുക്ക് ആലപ്പുഴയിലേക്ക് പോകാം. ആലപ്പുഴ ഇതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം UDFിന് ആകെ ഒരു സീറ്റ് കിട്ടിയ സ്ഥലമാണ് ആലപ്പുഴ. അത് കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല മാത്രം ജയിച്ച ഹരിപ്പാടാണ് കഴിഞ്ഞ പ്രാവശ്യം ആലപ്പുഴയിൽ ജയിച്ചത്. അതുപോലെ ഇപ്രാവശ്യം വല്ല അട്ടിമറി നടക്കുമെന്ന് നോക്കാം. അതിൽ ഇപ്പോൾ എൻ്റെ സർവേയിൽ കാണുന്നത് ആലപ്പുഴ ജില്ലയിൽ മൊത്തം 9 നിയമസഭാ മണ്ഡലമാണ്. ആ 9 നിയമസഭാ മണ്ഡലങ്ങളിൽ കായംകുളം, അമ്പലപ്പുഴ അങ്ങനെ പോകുമ്പോൾ കായംകുളം, അമ്പലപ്പുഴ, അരൂർ, ചേർത്തല, മാവേലിക്കര, ചെങ്ങന്നൂർ, ആലപ്പുഴ ഈ 7 സീറ്റ് LDF നിലനിർത്താനാണ് സാധ്യത. കുട്ടനാട് LDFിന് നഷ്ടപ്പെടും, അരിപ്പാട് UDF നിലനിർത്തും. അങ്ങനെ 2 സീറ്റും മാറ്റി ആലപ്പുഴ ജില്ലയിൽ UDF 2 സീറ്റ് 1 സീറ്റിൻ്റെ മുൻതൂക്കത്തിൽ നിൽക്കും. അങ്ങനെ നോക്കുമ്പോൾ
കഴിഞ്ഞ ഇതിൽ നോക്കിയപ്പോൾ ഞങ്ങൾ ബലാബലമായിരുന്നു. 56 സീറ്റ് LDF, 61 UDF ആയിരുന്നു, ഒരു സീറ്റ് NDAക്കും. 118 സീറ്റിൻ്റെ റിസൾട്ട് അറിഞ്ഞപ്പോൾ ഇപ്പോൾ ഞങ്ങൾ 127 സീറ്റിൻ്റെ റിസൾട്ട് അറിഞ്ഞ് വെറും ഇനി 13 സീറ്റിൻ്റെ റിസൾട്ട് മാത്രമേ വരാവുള്ളൂ. 127 സീറ്റിൻ്റെ റിസൾട്ട് അറിഞ്ഞപ്പം 63 LDF-ഉം 63 കേട്ടോ, 63 LDF-ഉം 63 UDF ആണ്, NDA ഒന്നും. അപ്പോൾ ഭരണം ഏത് പക്ഷത്തേക്കും പോകാൻ സാധ്യത. ഇനി വെറും 2 ജില്ലേൻ്റെ മാത്രമാണ് നമുക്ക് അറിയാനുള്ളത്, കോട്ടയം ജില്ലയും പത്തനംതിട്ട ജില്ലയും. ഈ 127 സീറ്റ് റിസൾട്ട് അറിഞ്ഞപ്പോൾ 63 സീറ്റ് LDF-ഉം 63 സീറ്റ് UDF-ഉം ബലാബലത്തിലാണ് നിൽക്കുന്നത്. ഒരു സീറ്റ് NDA. ഒരു പക്ഷേ NDA-ൻ്റെ പിന്തുണ ഉണ്ടെങ്കിലേ ചിലപ്പോൾ ഭരണത്തിൽ പോകാൻ സാധ്യത ഉള്ളതെന്നാണ് ഈ സർവേയിലേക്ക് പോണ പോക്ക് കണ്ടിട്ട്. കോട്ടയം ജില്ലയാണ്. കോട്ടയം ജില്ലയിൽ ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ കുത്തകയായിരുന്നു തന്നെ കാണുന്നത്. അതിൽ കോട്ടയം, പുതുപ്പള്ളി, കടത്തുരുത്തി, ചങ്ങനാശ്ശേരി ഈ 4 സീറ്റ് കോട്ടയം ജില്ലയിൽ UDF നിലനിർത്തും. അതുപോലെ 5 സീറ്റാണ് വൈക്കം, ഏറ്റുമാനൂർ, പാല, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി ഈ 5 സീറ്റും LDF നിലനിർത്തും. അതിൽ ഒരുപാട് ടൈറ്റ് മത്സരം നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ LDF ജയിക്കാൻ പോകുന്ന സീറ്റൊക്കെ ഫുള്ളും ടൈറ്റ് മത്സരമാണ്. അതിൽ ഏത് പക്ഷത്തും ജയം പോകാൻ സാധ്യതയുണ്ട്. ഞാൻ എൻ്റെ സർവേയിൽ വിജയം കൊടുക്കുന്നത് LDF-നാണ്. അതിൽ പാല ഏത് നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ട്. അതുപോലെ പൂഞ്ഞാർ ത്രികോണ മത്സരമാണ്. ഒരു പക്ഷേ ചിലപ്പോൾ 2ാം സ്ഥാനത്തൊക്കെ വീഴാൻ സാധ്യതയുണ്ട് LDF. എന്നാലും എൻ്റെ ഒരു വിജയ ശതമാനം കൊടുക്കുന്നത് LDF-നാണ്. അങ്ങനെ നോക്കുമ്പോൾ 136 സീറ്റിൻ്റെ റിസൾട്ട് അറിഞ്ഞോടെ നമ്മൾ പോകുന്നത് 68 LDF-ഉം 67 UDF-ഉം, ഒരു സീറ്റ് NDA-യും. അങ്ങനെ മൊത്തം നോക്കുമ്പോൾ 68, 67 എന്ന നിലയിലാണ്. കേവലം 2 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിൽ ഉണ്ടെങ്കിൽ LDF-ന് ഭരണത്തിൽ കയറാം. 4 സീറ്റിൻ്റെ ഇത് കണ്ടാണെങ്കിൽ UDF-ന് കയറാം. ഇനി വെറും പത്തനംതിട്ട ജില്ല ആണ് ആകെ ഉള്ളത്. കഴിഞ്ഞ പ്രാവശ്യം പത്തനംതിട്ട ജില്ല 5 നിയമസഭാ മണ്ഡലങ്ങളിൽ കൂടിയും പത്തനംതിട്ട LDF ആണ് അടിച്ച് കയറിയത്. ഒരു സീറ്റും UDF-ന് കിട്ടിയില്ല. ഇപ്രാവശ്യം സ്വർണ്ണക്കൊള്ള അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ LDF സർക്കാർ വളരെ ദയനീയമായ ഒരു കാര്യങ്ങളൊക്കെ നടന്നത്, സ്വർണ്ണക്കൊള്ള ഏതൊക്കെ പറഞ്ഞിട്ട്. എന്തുപോയെന്നാലും ഈ പ്രാവശ്യത്തെ സ്വർണ്ണക്കൊള്ളൊന്നും ഒരു ജനങ്ങളുടെ ഇടയിൽ വില പോവില്ല എന്നുള്ള ഒരു സർവേയാണ് എൻ്റെ ഇതിൽ വരുന്നത്. പത്തനംതിട്ടയിൽ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ നടന്ന ആ 5 സീറ്റും LDF എടുക്കുമെന്നാണ് എൻ്റെ സർവേയിൽ കാണുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ആ ജില്ലയിലെ 5 സീറ്റ് അതിനിർണായകമായ ഒരു ഇതന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ 72 സീറ്റോടെ LDF ഭരണത്തിൽ കയറാനാണ് സാധ്യത കാണുന്നത്. 67 സീറ്റ് UDF, NDA ഒരു സീറ്റും. ഇതാണ് എൻ്റെ ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ്റെ എക്സിറ്റ് പോൾ. ഇത് എങ്ങോട്ടും അറിയാം. ഒരു എക്സിറ്റ് പോൾ വിജയം അങ്ങനെ ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല. ചിലർ ജയിക്കും, ചില ആൾക്കാർ തോൽക്കാനും സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് നമുക്ക് എന്തായാലും നാളെ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. നമുക്ക് കുറച്ച്